അവിശ്വസനീയമായ ഒരു കഥ പോലെ തോന്നാം. ഭിക്ഷാടക സംഘത്തിൽപ്പെട്ടുപോയ 10 വയസ്സുകാരൻ ഇന്ന് 66 വയസ്സുള്ള വൈദികൻ. ഭിക്ഷാടക സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെക്കുറിച്ചുള്ള കണക്കുകളും കഥകളും അസാധാരണ വാർത്തയല്ലാതാകുന്ന കാലത്ത് ഒരു അതിജീവനത്തിൻ്റെ അനുഭവമാണ് വൈദികനായ ടി തോമസ് പങ്കുവെക്കുന്നത്. വൈദികനാകാൻ നിമിത്തമായതും ഇതേ സംഭവമെന്നും വൈദികൻ ഓർമ്മിപ്പിക്കുന്നു. സ്കൂളിൽ പോയതാ. സ്കൂൾ പരിസരത്ത് വെച്ചാണ് ഈ ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്നെ മയക്കുന്നത്. മയക്കി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ്. അവിടെ മുതൽ എനിക്ക് യാതൊരു ബോധവും ഇല്ലാതെ ഇയാളുടെ പിന്നാലെ അങ്ങ് യാത്ര ചെയ്യുകയാണ്. അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെ പഴയ കഥ കേട്ടറിഞ്ഞ് വൈദികനെ സന്ദർശിക്കാനെത്തിയ ആന്റോ ആന്റണി MP ഭിക്ഷാടന മാഫിയകളെ നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണത്തിന് പാർലമെന്റിൽ ശ്രമിക്കുമെന്നറിയിച്ചു. ഇതിനെതിരെ കാർക്കശ്യമുള്ള നിയമങ്ങൾ ഉണ്ടാകണം. ഇതിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്താൽ പോലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഞാൻ ഈ വിഷയം പാർലമെൻറ്റിൽ ഞാൻ ഉന്നയിക്കുന്നുണ്ട്. സമഗ്രമായൊരു നിയമം ഇതിനെതിരെ വളരെ കാർക്കശ്യമുള്ള നിയമം ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വൈദികനെ ഇപ്പോൾ കാണുമ്പോൾ എന്തു തോന്നുന്നു? അനേകായിരം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സാധിക്കാതെ പോയ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ. അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെ സ്മരണയുമായി എബ്രഹാം മാത്യു, റിപ്പോർട്ടർ, പത്തനംതിട്ട.